നമസ്കാരം കൂട്ടുകാരെ. 2024 പുറത്തിറങ്ങിയ ഡിമോണ്ടെ കോളനി 2 എന്ന ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. അജയ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏവരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. തമിഴ്നാട്ടിൽ വലിയ വിജയമാണ് ചലച്ചിത്രം നേടിയത്. ഡിമോണ്ടെ കോളനി ഫസ്റ്റിന്റെ തുടർച്ചയായ ചലച്ചിത്രം നിങ്ങൾക്കേവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഞാനിന്ന് കഥ പറയാൻ ശ്രമിക്കുന്നത്. എങ്കിലും പൂർണ്ണമായി കൂടുതലായി മനസ്സിലാക്കണം എന്നുള്ളവർ ഡിമോണ്ടെ കോളനി ഫസ്റ്റ് എന്ന ചലച്ചിത്രം കാണുമല്ലോ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. 2009 ജൂൺ 6 അത് സംഭവിച്ചത്. ഒരു പറ്റം യുവാക്കൾ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടിയും തൂങ്ങി മരിച്ചുമൊക്കെ കാണപ്പെട്ടു. ആ കൂട്ടത്തിൽ സാമുവേൽ എന്ന യുവാവുമുണ്ടായിരുന്നു. സാം എന്നാണ് ഏവരും അവനെ വിളിച്ചിരുന്നത്. അന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങളും ക്യാമറ ഫുട്ടേജും സാമിന്റെ ഭാര്യ ഡെപ്പി വളരെ ഞെട്ടലോടെ ടിവിയിൽ നോക്കിക്കാണുന്നുണ്ട്. സാമിന്റെ മരണത്തിനു ശേഷം 6 വർഷം പിന്നിട്ടിരുന്നു. ഡെപ്പി എപ്പോഴും തന്റെ പ്രിയപ്പെട്ട സാമിന്റെ മരണത്തിൽ നിന്ന് മുക്തയായിട്ടില്ല. അന്ന് ഡെപ്പിയുടെ വീട്ടിൽ വലിയ കോലാഹലം തന്നെ നടക്കുകയായിരുന്നു. കാര്യമെന്തെന്നാൽ സാം മരിച്ച് 6 വർഷം പിന്നിട്ടു. ഇപ്പോഴും സാമിന്റെ കുഞ്ഞിന് ഗർഭം ധരിക്കാൻ ഡെപ്പി ശ്രമിച്ചുകൊണ്ടേയിരിക്കുവാണ്. എങ്ങനെയെന്നല്ലേ, സാം ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയം സാമിന്റെ ബീജം ഒരു സേഫ്റ്റി പ്രോസസ്സിൽ സർജറി സമയത്ത് എടുത്തു സൂക്ഷിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്ന് ആ ബീജം റീകവർ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴിയാണ് ഡെബി ഗർഭിണിയാവാൻ ശ്രമിക്കുന്നത്. ആ വിവരം അവളുടെ വീട്ടിലറിഞ്ഞ് ഡെബിയുടെ അമ്മ വലിയ തോതിൽ ഒച്ചയുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ സാമിന്റെ മകനെ നീ ഒറ്റയ്ക്ക് വളർത്തും? ഇതൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത്. ഏതൊരു മാതാവിന്റെയും ദേഷ്യമായിരുന്നു ഡെബിയുടെ അമ്മയിൽ പ്രകടമായി കണ്ടത്. പക്ഷേ തനിക്ക് ഗർഭം ധരിച്ച് പ്രസവിക്കണമെന്നും തന്റെ സാമിനെ കുട്ടിയുടെ രൂപത്തിൽ തിരികെ വേണം എന്നും ഡെബി തറപ്പിച്ചു പറഞ്ഞു. ഡെബി പറയുന്നതൊക്കെ ആകെ മനസ്സിലാക്കിയത് സാമിന്റെ അച്ഛൻ മാത്രമായിരുന്നു. ഡെബി ഇത്ര ഇമോഷണൽ ആവാനൊക്കെ പ്രത്യേക കാരണങ്ങളുമുണ്ട്. ഡെബിയും സാമും അത്രമേൽ പ്രണയിച്ചവരായിരുന്നു. ഒരു ഘട്ടത്തിൽ സാമിന് ക്യാൻസർ വന്നപ്പോ ഇനി ഈ വിവാഹവും പ്രണയവുമായി മുമ്പോട്ട് പോവണ്ട എന്ന് സാമു തന്നെ പറഞ്ഞതാണ്. പക്ഷേ അന്നുപോലും ഡെബി പിന്മാറിയില്ല. ചികിത്സാ ഘട്ടത്തിൽ പോലും അവൾ സാമിന്റെ കൂടെ നിന്നു. സാമേറെ അവശതയിലായ കാലത്തായിരുന്നു അവർ വിവാഹം കഴിച്ചതും. പക്ഷേ ഭാഗ്യവശാൽ ക്യാൻസർ എന്ന മാരക വിപത്തിനെ സാം സർവൈവ് ചെയ്തു. അതിനുശേഷമാണ് സാമിന്റെ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഡെബിക്ക് അതുകൊണ്ട് തന്നെ സാമിന്റെ ആത്മഹത്യയുടെ കാര്യത്തിലും മറ്റും പല സംശയങ്ങളും ഉണ്ടായിരുന്നു. വൈകാതെ ഡെബി ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഉദ്ഘാടന ദിവസമാണ്. സാമിന്റെ കല്ലറയിൽ പൂവൊക്കെ വെച്ച് ഡെബി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ വലിയ ആൾക്കൂട്ടം കണ്ട് എന്താ പ്രശ്നമെന്നറിയുവാൻ ഡെബി ഇറങ്ങി നോക്കി. ഒരു ജോത്സ്യൻ അവിടെ തൂങ്ങി മരിച്ചിരുന്നു. സാമിന്റെ മരണം കഴിഞ്ഞ് അപ്പോഴേക്കും 6 വർഷം പിന്നിട്ടിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വർഷം 2015 ജൂൺ 6 അവൾ അത് കണ്ട് ഭയന്ന് പെട്ടെന്ന് തിരിയുമ്പോ ശ്രീനി എന്ന യുവാവുമായി കൂട്ടിമുട്ടി. ജോത്സ്യന്റെ മരണം കണ്ട് ശ്രീനിയും വല്ലാതെ ഭയന്നിരുന്നു. രണ്ടുപേരും രണ്ടു വഴിക്കായി പോയി. ഡിമോണ്ടെ കോളനിയുടെ ആദ്യ ചലച്ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ജോത്സ്യൻ മരിക്കുന്നതും ശ്രീനി അവിടെ വരുന്നതുമായ ദൃശ്യങ്ങൾ എന്തുകൊണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. അവിടെ നിന്ന് ഇറങ്ങിയ ഡെപ്പി നേരെ തന്റെ റെസ്റ്റോറന്റിലേക്ക് പോയി. മരിച്ചുപോയ സാമിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത്തരത്തിലൊരു റെസ്റ്റോറന്റ് തുടങ്ങുക എന്നത്. അതാണ് ഡെപ്പി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അന്ന് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന ദിവസമാണ്. അവിടെ ഒരുപറ്റം സന്യാസി വര്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഏറെ ശക്തിയുള്ള ഒരു ശില, ദൈവശില ഡെബിക്ക് കൈമാറി. ഡാവോഷി എല്ലാ ആശംസകളും അറിയിച്ചു എന്ന് പറയാൻ പറഞ്ഞു എന്നും അവർ ഡെബിയോട് പറയുന്നുണ്ട്. ഡാവോഷി എന്ന് പറയുന്നത് താവോയിസ്റ്റ് പുരോഹിതരെയാണ്. വൈകാതെ ഓപ്പണിംഗ് പാർട്ടിയുടെ ഭാഗമായി സാമിന്റെ ഓർമ്മയ്ക്ക് 2 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കാം എന്നവന്റെ അച്ഛൻ പറഞ്ഞപ്പോ ഏവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് അവിടേക്ക് കുറേയധികം സ്പൂണുകൾ മുകളിൽ നിന്ന് വന്നു വീഴാൻ തുടങ്ങിയത്. ഒരു നിമിഷം ഏവരും ഷോക്കായിരുന്നു. അത് കണ്ട് ഡെബി ഒരു കാര്യം ഓർത്തു. പണ്ട് സാം ആശുപത്രിയിൽ കിടക്കുമ്പോ അവളെ വിളിക്കാൻ ശ്രമിക്കുകയും അവളെ വിളിച്ച് കേൾക്കാതെ വന്നപ്പോ അവളുടെ ശ്രദ്ധ കിട്ടുവാൻ സ്പൂൺ താഴേക്ക് വലിച്ചെറിയുകയും ചെയ്യുമായിരുന്നു. സാം തന്നെ ഡെബിയോടത് പറഞ്ഞിട്ടുമുള്ളതാണ്. അതൊക്കെ കണ്ടതും മരിച്ചുപോയ സാമിന്റെ ആത്മാവ് തന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുവാണോ എന്നൊക്കെ ഡെബി ചിന്തിക്കുന്നുണ്ട്. അക്കാര്യം സാമിന്റെ അച്ഛനോടും അവൾ ചർച്ച ചെയ്തു. സാമിന്റെ ആത്മാവുമായി സംസാരിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്നുകൂടി ഡെബി ചോദിച്ചു. ഇതിനു മുമ്പ് അവർ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിലൊക്കെ അവർ പരാജയപ്പെട്ടു പോയിരുന്നു. ഇത്തവണ സന്യാസി വര്യന്മാർ വന്നിട്ടുണ്ടല്ലോ, അവരുടെ സഹായത്തോടെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാലോ എന്ന തരത്തിൽ ഡെബി ചോദിച്ചതും സാമിന്റെ അച്ഛനും ഓക്കെ പറഞ്ഞു. അന്ന് വൈകുന്നേരം അതിനുവേണ്ടി തീരുമാനിച്ച ഇടത്തേക്ക് ഡെബി യാത്ര തിരിക്കുകയാണ്. ഡെബി പോകുന്ന വഴിയിൽ ഒരിടത്തായി ശ്രീനിയും കൂട്ടുകാരും ഇരിക്കുന്നുമുണ്ടായിരുന്നു. അതായത് ഡിമോണ്ടെ കോളനിയുടെ ആദ്യ ഭാഗത്തിൽ അവരൊക്കെ മരണപ്പെടുന്നതിന് മുമ്പായിരുന്നു അത്. ആ സമയം ശ്രീനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. പക്ഷെ അവനത് അറ്റൻഡ് ചെയ്തേയില്ല. അതിലേക്ക് രൂക്ഷമായൊന്ന് നോക്കിക്കൊണ്ടിരുന്നു. കഥ അവിടെ നിന്നും ഹൈദരാബാദിലേക്ക് നീങ്ങുന്നു. ശ്രീനിക്ക് രഘു എന്ന് പേരുള്ള ഒരു ഇരട്ട സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു 2ാം ഭാര്യയും ഒരു മകളും കൂടിയുണ്ട്. ശ്രീനി അവരുമായൊന്നും വലിയ അടുപ്പത്തിലായിരുന്നില്ല. അന്ന് അവരുടെ അച്ഛൻ മരിച്ച് 60ാമത്തെ ദിവസം തികയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ
കേസുകാരനും അദ്ദേഹത്തിന്റെ വക്കീലുമായ വ്യക്തി വന്ന് അദ്ദേഹത്തിന്റെ വിൽപത്രം വായിക്കുകയാണ്. വിൽപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറെ സ്വത്തുക്കളുള്ള ഗ്രൂപ്പ് ചെയർമാനായ അവരുടെ അച്ഛൻ 70% സ്വത്തുക്കൾ എഴുതി വെച്ചിരുന്നത് ശ്രീനിയുടെ പേരിലായിരുന്നു. 20% രഘുവിനും 5% രണ്ടാം ഭാര്യയിലെ മകൾക്കുമായിട്ടായിരുന്നു അദ്ദേഹം എഴുതി വെച്ചത്. വിൽപത്രം വായിച്ചു കേട്ടതും സഹോദരിക്കും രഘുവിനും വലിയ ദേഷ്യം തന്നെ വന്നു. അച്ഛനെ തെറിവിളിച്ച് കോർട്ടിൽ പോയി ബാക്കി ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞ സഹോദരി ഒച്ചയുണ്ടാക്കി ഇറങ്ങിപ്പോയി. രഘുവാണെങ്കിൽ കോപം കൊണ്ട് വിറച്ചിരുന്നു. ആ പണം കിട്ടിയിട്ട് ഒരു ബിസിനസ് നടത്താനായിരുന്നു രഘു പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് രാത്രിയിൽ തന്റെ കൊച്ചച്ഛനായ വക്കീലും ഒന്നിച്ച് രഘു സംസാരിക്കാൻ ആരംഭിച്ചു. വക്കീലായ കൊച്ചച്ഛൻ പറഞ്ഞു, ഇനിയൊരു വഴിയേ ഉള്ളൂ, ശ്രീനിയോട് സംസാരിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം. അവന്റെ അടുത്തൊന്നും പോയി സംസാരിക്കാൻ എനിക്ക് വയ്യ എന്ന തരത്തിലായിരുന്നു രഘു കാർക്കശ്യത്തോടെ പറഞ്ഞത്. ആ സമയം ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് കൊച്ചച്ഛൻ ശ്രീനിയെ കോൾ ചെയ്തു. കൊച്ചച്ഛനാണ് സംസാരിക്കുന്നത് കേട്ടതും ശ്രീനിക്ക് ദേഷ്യം വന്നു. എന്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട ശ്രീനി അയാളോട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. തെരുവിലേക്ക് നമ്മളെ ഇറക്കിവിട്ട അവർ എന്നെങ്കിലും നമ്മളെ അന്വേഷിച്ചു വരും, അന്നവരെ തിരിഞ്ഞുപോലും നോക്കിയേക്കരുത്. അത്തരത്തിൽ തന്റെ ദേഷ്യം മുഴുവൻ കൊച്ചച്ഛനോട് പറഞ്ഞുകൊണ്ട് ശ്രീനി ആ ബെഞ്ചിൽ വന്നിരുന്നു. ഇതായിരുന്നു ആ സമയം. ഡെബ്ബി ശ്രീനിക്ക് പിന്നിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയം. ശ്രീനിയോടൊപ്പം ശ്രീനിയുടെ കൂട്ടുകാരും അപ്പോൾ ഉണ്ടായിരുന്നു. അധികം വൈകാതെ യാത്ര ചെയ്ത ഡെബ്ബി സന്യാസിവര്യന്മാരുടെയും ഡാവോഷിയുടെയും അടുത്തെത്തി. ഡാവോഷിക്കടുത്ത് തന്റെ വരവിന്റെ ഉദ്ദേശം പറഞ്ഞു. സാമിന്റെ ആത്മാവിനെ കണ്ട് സംസാരിക്കണമെങ്കിൽ ആത്മാക്കളുടെ ലോകത്തേക്ക് പോകണം. അതിനുള്ള കാര്യങ്ങൾ മന്ത്രവാദത്തിലൂടെ ഡാവോഷി ചെയ്തു കൊടുക്കും. പക്ഷേ ഡാവോഷി വാൺ ചെയ്തു, ഒരാത്മാവ് നമ്മളോട് സംസാരിക്കണമെങ്കിൽ ആത്മാവ് താല്പര്യപ്പെട്ടിട്ടുണ്ടാകണം. പക്ഷേ എന്നിട്ടും ആത്മാവിന് സംസാരിക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ആത്മാവ് മറ്റൊരിടത്ത് ബന്ദിയായി കിടക്കുകയാണെന്നാണ്. അങ്ങോട്ടേക്ക് പോയി ആത്മാവുമായി സംസാരിക്കുന്നത് കൂടുതൽ അപകടമുള്ളതാണ്. അതുകൊണ്ട് അവിടെത്തി എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ ഉടൻ എനിക്ക് സൂചന തരണം. നീ ആത്മാക്കളുടെ ലോകത്ത് നിന്ന് നേരെ തിരികെ പോരണം. ചെറിയൊരു മിസ്റ്റേക്ക് പോലും പറ്റിയാൽ ആ ലോകത്ത് നീ പെട്ടുപോകും. തിരികെ വരാൻ പോലും പിന്നെ സാധിക്കില്ല. ഡാവോഷി ചടങ്ങുകൾ നടത്തി. ഡെബ്ബിയുടെ ആത്മാവ് ആത്മാക്കളുടെ ലോകത്തേക്ക് പോയി. അവിടെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്റെ കയ്യിലെ പേന കൊണ്ട് ഡെബ്ബി അടുത്തുള്ള പേപ്പറിൽ എഴുതുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏറെ വിചിത്രമായ ഭയപ്പെടുത്തുന്ന ലോകം. അതിനുള്ളിൽ തൂങ്ങി മരിച്ച സാമിന്റെ ആത്മാവിനെ ഡെബ്ബി നേരിൽ കണ്ടു. സാമിന്റെ ആത്മാവ് എന്നെ സഹായിക്കുന്ന ഡെബ്ബിയോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ചതിയാണ് എന്ന് ഡാവോഷി മനസ്സിലാക്കി. ആത്മാവായി അവിടെ എത്തിയിരുന്ന ഡാവോഷി ഡെബ്ബിയോട് സാമല്ലാതെ ചോദിക്കുന്നത് മറ്റേതോ ആത്മാവാണ്, അവിടെ നിന്ന് തിരികെ വാ എന്നാവശ്യപ്പെട്ടു. ഡെബ്ബി ആ സമയം ഹെൽപ്പ് എന്ന രീതിയിൽ ഒരുപാടായി തന്റെ അടുത്തുള്ള പേപ്പറിൽ വരയ്ക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഇതേ സമയം ഡിമോണ്ടെ കോളനി ആദ്യ ഭാഗത്തിന്റെ അവസാനത്തിലുള്ള പോലെ കൂട്ടുകാരൊക്കെ മരണപ്പെട്ട ശേഷം ശ്രീനി തട്ടുകടയ്ക്ക് മുമ്പിലെത്തി അവിടെയുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. താൻ പറയുന്നതൊന്നും അവർ കേൾക്കാതെ വന്നപ്പോ അവരെ തല്ലാൻ ശ്രീനി കയ്യോങ്ങിയപ്പോഴാണ് താനും ആത്മാവായി മാറി എന്ന് ശ്രീനി മനസ്സിലാക്കുന്നത്. ശ്രീനിയുടെ ശരീരം കമ്പികൾ തുളഞ്ഞു കയറിയ നിലയിൽ അവർ താമസിച്ചിരുന്ന ബിൽഡിങ്ങിന്റെ ചോട്ടിലേക്ക് വീണിരുന്നു. മറുവശത്ത് ആത്മാക്കളുടെ ലോകത്തിൽ നിന്നും ഡാവോഷി ഡെബ്ബിയെ തിരികെ കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും അവൾ വരച്ചുകൊണ്ടിരുന്ന ഹെൽപ്പെന്ന് എഴുതിക്കൊണ്ടിരുന്നത് ശ്രീനിയുടെയും രഘുവിന്റെയും രൂപത്തിലേക്ക് പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരുന്നു. അതിനുമേൽ ചുവന്ന മഷിയിൽ ഇറ്റ് വിൽ റിപ്പീറ്റ്, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നും അവൾ അറിയാതെ എഴുതുന്നുണ്ടായിരുന്നു. ഡിമോണ്ടെ കോളനി 2വിന്റെ ടൈറ്റിൽ തെളിയുന്നത് അവിടെ വെച്ചിട്ടാണ്. വീണ്ടും 6 വർഷക്കാലത്തിനു ശേഷം വർഷം 2021 ജൂൺ 5 ഡെബ്ബിയും ഡാവോഷിയും സന്യാസി വര്യന്മാരുടെ അടുത്തെത്തി. വർഷങ്ങളോളം പൂജ ചെയ്ത് തയ്യാറാക്കിയ പ്രത്യേകതരം ആയുധം അവർ ഡെബ്ബിക്കും ഡാവോഷിക്കുമായി കൈമാറുകയാണ്. ദുഷ്ടശക്തിയെ ഇല്ലാതാക്കുവാൻ, പൈശാചിക ശക്തിയെ തുരത്തുവാൻ മഹാകാള മഹായാന പൂജ നടത്തുന്ന സമയം ഈ ആയുധം ഉപകാരപ്പെടും എന്നും അവർ പറയുന്നുണ്ട്. ഇതേ സമയം മറുവശത്ത് ശ്രീനിയാകട്ടെ അന്ന് കെട്ടിടത്തിൽ നിന്ന് വീണ് ശരീരത്തിലേക്ക് ഇരുമ്പുകമ്പുകൾ തുളഞ്ഞു കയറിയിരുന്ന അവസ്ഥയിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കപ്പെട്ടതുകൊണ്ട് കോമ സ്റ്റേജിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ 6 വർഷമായി ശ്രീനി കോമയിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിന്നു പോന്നിരുന്നത്. ശ്രീനിയെ നിലവിൽ നോക്കുന്നതും പരിചരിക്കുന്നതുമൊക്കെ ഡെബ്ബിയും സാമിന്റെ അച്ഛനും ചേർന്നിട്ടാണ്. സാമിന്റെ മരണത്തെയും ശ്രീനിയെയും ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട് എന്നവർ അതിനോടകം തിരിച്ചറിഞ്ഞിരുന്നു. മറുവശത്താകട്ടെ രഘു കോർട്ടിൽ പോയിരുന്നു. 6 കൊല്ലമായി കോമയിൽ കിടക്കുന്ന ശ്രീനിയെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുവദിക്കണം എന്ന ആവശ്യമായിരുന്നു രഘു തന്റെ വക്കീൽ മുഖാന്തരം ഉന്നയിച്ചത്. അങ്ങനാണെങ്കിൽ ബാക്കി 70% സ്വത്തുക്കൾ കൂടി രഘുവിന് വന്നു ചേരുമല്ലോ. അതായിരുന്നു അവന്റെ തന്ത്രം. വർഷങ്ങൾ നീണ്ടിരുന്ന ആ വാദത്തിനൊടുവിൽ കോടതി അന്നതിന്റെ വിധി പറയുകയായിരുന്നു. ശ്രീനിയെ ദയാവധത്തിന് വിധേയമാക്കുവാൻ കോടതി അനുവാദം കൊടുത്തു. കോടതിയിൽ നിന്ന് കിട്ടിയ പേപ്പറുമായി രഘുവും കൊച്ചച്ഛനും കൂടി നേരെ ആശുപത്രിയിൽ വന്നു. പക്ഷേ അവിടെ വെച്ച് സാമിന്റെ അച്ഛനും ഡെബിയും കൂടി അവരെ തടയാൻ ശ്രമിക്കുന്നു. ആദ്യമൊന്നും ഡെബി
ഡെബ്ബിയും സാമിന്റെ അച്ഛനും പറയുന്നത് കേൾക്കാൻ രഘു തയ്യാറായില്ലെങ്കിലും ശ്രീനി മരണപ്പെട്ടാൽ രഘുവും ആ നിമിഷം മരണപ്പെടും എന്ന കാര്യം അവർ പറഞ്ഞതും രഘു അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നുണ്ട്. ഡെബ്ബി കാര്യങ്ങൾ വിശദീകരിച്ചു. നിനക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നതാണ് ശ്രീനി, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ഈ അപകടം സംഭവിച്ച ദിവസം അന്ന് നിനക്കും അതേ കാര്യം തന്നെ സംഭവിച്ചതായിരുന്നു. കൊച്ചച്ഛനൊപ്പം നിന്നിരുന്ന നീയും ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണതാണ്. പക്ഷേ ഭാഗ്യവശാൽ നീ വലയിൽ തങ്ങി നിന്നു. അന്നൊരു പക്ഷേ നീ ആ ഭീകരക്കാഴ്ചയ്ക്ക് സാക്ഷ്യവും വഹിച്ചിരിക്കണം. നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ആ ദുഷ്ട ആത്മാവിനെ നീ നേരിൽ കണ്ടിരിക്കണം. വലയിൽ തങ്ങിയതുകൊണ്ട് മാത്രമാണ് പില്ലർ കമ്പികൾ നിന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറാതെ നീ രക്ഷപ്പെട്ടത്. ആത്മാക്കളുടെ ലോകത്ത് പോയപ്പോൾ ഡെബ്ബിയോടൊന്ന് സഹായം ചോദിച്ചത് രഘുവിന്റെയും ശ്രീനിയുടെയും ആത്മാക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങൾ ഡെബ്ബിക്ക് കൃത്യമായിട്ടറിയാം. ഡെബ്ബി അതൊക്കെ പറഞ്ഞു കേട്ടതും സത്യമാണല്ലോ എന്ന് ചിന്തിച്ച് രഘുവും ഭയപ്പെടുന്നുണ്ട്. അന്ന് നീ ജീവനോടെ രക്ഷപ്പെട്ടതുകൊണ്ടാണ് ശ്രീനിയുടെയും ജീവൻ ഈ ഒരു അവസ്ഥയിലാണെങ്കിലും നിലനിൽക്കുന്നത്. ശ്രീനി ഇപ്പോൾ മരണപ്പെട്ടാൽ കൂട്ടത്തിൽ നീയും മരണപ്പെടും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാൻ രഘുവിനെയും കൊച്ചച്ഛനെയും ഡെബ്ബിയും സാമിന്റെ അച്ഛനും ചേർന്ന് ഡാവോഷിയുടെ അടുത്ത് കൊണ്ടുചെന്നു. ഡാവോഷി കാര്യങ്ങൾ രഘുവിന് കൂടുതൽ വ്യക്തമായി പറഞ്ഞുകൊടുത്തു. ശ്രീനിയും രഘുവും ഇരട്ട സഹോദരങ്ങളായതുകൊണ്ട് അവരുടെ ആത്മാക്കൾ തമ്മിലും ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനി മരണപ്പെട്ടാൽ രഘുവും മരിക്കും. സാമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡെബി പിന്നാലെ കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നു. ശ്രീനിക്ക് അപകടം പറ്റിയതിന്റെ അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ ശ്രീനി താമസിച്ചിരുന്ന ഇടത്തേക്കും ഡെബി പോയിരുന്നു. പോലീസിന്റെ സഹായത്തോടെ അവിടെ എത്തിയ ഡെബി അവിടമൊക്കെ പരിശോധിച്ചു. ആ പയ്യന്മാര് മരിച്ച ശേഷം ആരോ അവിടെ കടന്ന് എന്തോ മോഷ്ടിച്ചിട്ടുണ്ട് എന്നും ആ പോലീസുകാരൻ ഡെബിയോട് പറയുന്നുണ്ട്. മുറിയിലെ ഓരോന്നും പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഡെബിക്ക് ശ്രീനിവാസന്റെ കൂട്ടുകാരന്റെ ഒരു ലൈബ്രറി കാർഡ് കിട്ടി. ഇന്ത്യൻ ഹെറിറ്റേജ് പബ്ലിക് ലൈബ്രറി. അതേ ലൈബ്രറിയിൽ സാമിനും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു കണക്ഷൻ തോന്നിയ ഡെബി അതുമായി ലൈബ്രറിയിൽ ചെന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ അവർ രണ്ടുപേരും അവസാനമായി എടുത്തിരിക്കുന്നത് ഒരേ ബുക്ക് തന്നെയാണ്. പക്ഷേ സാമും രാഘവനും നേരിട്ട് കണ്ടിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അവർ പരിചയമുണ്ടായിരിക്കാനും സാധ്യത കുറവാണ്. എന്തുകൊണ്ടെന്നാൽ സാം മരണപ്പെട്ട് 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ശ്രീനിയുടെ കൂട്ടുകാരൻ രാഘവൻ ആ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതോടെ കൂടുതൽ അന്വേഷണത്തിന് അതേ ബുക്ക് ഇവർ രണ്ടുപേരുമല്ലാതെ മറ്റാരൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നൊരു ലിസ്റ്റ് ലൈബ്രറിയന്റെ അടുത്തു നിന്ന് തന്നെ അവർ കരസ്ഥമാക്കുന്നു. ആ ബുക്ക് എടുത്തിട്ടുള്ളവർ വളരെ കുറച്ചുപേരായിരുന്നു. പക്ഷേ അതിൽ ഞെട്ടിക്കുന്നൊരു വിവരം എന്തെന്നാൽ ആ ബുക്ക് എടുത്തവരാരുമല്ല അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. മിക്കപ്പോഴും പഴയ ലൈബ്രറിയനായിരുന്നു ഈ ബുക്ക് റീകവർ ചെയ്ത് എത്തിച്ചേരുന്നത്. അതും 6 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ബുക്ക് അത്തരത്തിൽ പുറത്ത് കൊടുക്കപ്പെട്ടിട്ടുമുള്ളൂ. ആ ബുക്കിനെ പറ്റി അവർ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. ആ ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുള്ള എല്ലാവരും തന്നെ മരണപ്പെട്ടിരുന്നു. അതും അവരുടെയൊക്കെ മരണം സംഭവിച്ചിരിക്കുന്നതും ജൂൺ 6-ാം തീയതി തന്നെയാണ്. ആ ബുക്കിനും ജൂൺ 6-ാം തീയതിക്കും മരണപ്പെട്ടവർക്കും എന്ത് ബന്ധമാണുള്ളത് എന്നവർ അതോടെ കാര്യമായി അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് രാഘവൻ എഴുതിയ ഡിമോണ്ടെ കോളനി എന്ന ചലച്ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. അവരത് തുറന്നു വായിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതിലുണ്ടായിരുന്നു. ആ ബുക്ക് പ്രകാരം ജൂൺ 6-ാം തീയതി ആരെങ്കിലുമൊക്കെ ഡിമോണ്ടയുടെ വീട്ടിലെത്തും. അവിടെ അവർ ഒരു ചെയിൻ കാണും. ആ ചെയിൻ അവർ എടുക്കുന്നതോടെ ശക്തിയുള്ള ഒരു പൈശാചിക ശക്തി അവരെ തേടിയെത്തും. അത് ആ ചെയിൻ എടുത്തവരെ ബലി നൽകും. ആ ബുക്ക് വായിച്ച് ചെയിൻ എടുക്കാൻ ശ്രമിച്ച എല്ലാവരും തന്നെ മരണപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ മരിച്ച എല്ലാവരുടെയും ആത്മാക്കൾ പുനർജന്മം പോലും സാധ്യമാകാതെ ബന്ധനാവസ്ഥയിൽ ഡിമോണ്ടയുടെ അടിമകളായി ഡിമോണ്ടയുടെ ലോകത്ത് കുടുങ്ങിപ്പോവും. രാഘവൻ എഴുതിയ ആ സ്ക്രിപ്റ്റിലുള്ള പോലെ ഓരോ 6 കൊല്ലം കൂടുമ്പോഴും വീണ്ടും വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു തവണയെങ്കിലും ഇത് സംഭവിക്കാതിരിക്കുവാൻ തടയുവാൻ സാധിച്ചാൽ പൂർണ്ണമായി ഇത് നിർത്തലാക്കുവാൻ കഴിയും. നാളെയാണ് ജൂൺ 6-ാം തീയതി. എവിടെയുള്ള ചിലർ ആ ബുക്ക് വായിച്ച് ഡിമോണ്ടയുടെ വീട്ടിലെത്തും. ആ പൈശാചിക ശക്തി വരുമ്പോ അത് അവരെയും ശ്രീനിവാസനെയും വകവരുത്താതിരിക്കുവാൻ എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ അതോടെ ആ പൈശാചിക ശക്തി തന്നെ ഇല്ലാതാകും. ഈ സൈക്കിളുകൾ അവസാനിക്കും. കാര്യങ്ങൾ മുഴുവനും ഡെബ്ബിയും സാമിന്റെ അച്ഛനും കൂടി രഘുവിനോടും കൊച്ചച്ഛനോടും പറഞ്ഞുകൊടുത്തു. കൂട്ടത്തിൽ ഇത് രഘുവിന്റെ ജീവൻ മാത്രം സംബന്ധിക്കുന്ന വിഷയമല്ലെന്നും എവിടെ ഇരുന്നാലും എന്റെ മകൻ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛന്റെ ആവശ്യം കൂടിയാണെന്നും കണ്ണീരോടെ സാമിന്റെ അച്ഛൻ പറയുന്നുണ്ട്. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ മകന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കണമെന്നും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. ഒക്കെ കേട്ടതും എല്ലാത്തിനും അവരുടെ കൂടെ നിൽക്കണം എന്ന് രഘുവും ആലോചിച്ച് തീരുമാനിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസമായി ആർട്ടിഫിഷ്യൽ ഇൻസെർനേഷനിലൂടെ നിരവധി തവണ ഗർഭം ധരിക്കുവാൻ ഡെബ്ബി ശ്രമിച്ചിരുന്നല്ലോ. അതൊക്കെ പരാജയമായിരുന്നു. അന്ന് അതുപോലെ ചെയ്ത് ഒന്നിന്റെ റിസൾട്ട് വരുന്നുണ്ടായിരുന്നു. വേലക്കാരി ഡെബ്ബിക്കത് കൊടുക്കാൻ നോക്കിയെങ്കിലും അത് വാങ്ങാതായിരുന്നു ഡെബ്ബി പുറത്തേക്ക് പോകുന്നത്. അന്ന് ജൂൺ 6 ഡിമോണ്ടിയുടെ സൈക്കിൾ അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ച ദിവസം. അതിനുവേണ്ടി ശ്രീനിയെ ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരിടത്തേക്ക് അവർ മാറ്റിയിരുന്നു. ഡാവോഷിയും സന്യാസിവര്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവസാനമായി രാഘവനെടുത്ത ബുക്ക് ലഭിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ആ ബുക്ക് കിട്ടിയിരുന്നില്ല. അതെവിടെയോ മോഷണം പോയിരുന്നു. ഇന്നിപ്പോൾ ആ ബുക്ക് ആരെങ്കിലും വായിക്കും. അവർ ഡിമോണ്ടയുടെ വീട്ടിലേക്കെത്തും. അവിടെ വെച്ച് അവരുടെ ബലിയും നടക്കും.
നടക്കും. പക്ഷേ അതെങ്ങനെയും നമുക്ക് തടഞ്ഞേ തീരൂ. അതിനുവേണ്ടിയുള്ള ശ്രമം അവർ ആരംഭിക്കുകയാണ്. പോലീസിന്റെ സഹായവും അവർ അതിനെ തേടുന്നുണ്ട്. ഡിമോണ്ടെ ബംഗ്ലാവിലേക്ക് ആരും പോകാതെ പോലീസ് അതിനു ചുറ്റിലും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ശ്രീനിയുടെ അടുത്തുള്ള സന്യാസി വര്യന്മാർ പൂജ ചെയ്യലും ആരംഭിച്ചു. അവരിങ്ങനെ പുറത്തു നിൽക്കുന്ന ആ സമയത്താണ് ഡിമോണ്ടെ ബംഗ്ലാവിനകത്തു നിന്നും കുറച്ച് പെൺകുട്ടികളുടെ ശബ്ദം കേൾക്കുന്നത്. ആരും പോവാൻ സാധ്യതയില്ലാത്ത ആ ബംഗ്ലാവിനകത്ത് അവരെങ്ങനെ വന്നു? പുറത്തുനിന്ന് ഏവരും ഭയന്നിരുന്നു. അവർ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് കയറുകയാണ്. അകത്ത് ചെന്ന് അവർ കണ്ടത് പേടിച്ച് വിറച്ചു നിൽക്കുന്ന 3 പെൺകുട്ടികളെയായിരുന്നു. 2 പേർക്ക് ബോധമുണ്ടായിരുന്നില്ല, ഒരാൾക്ക് സ്വബോധമുണ്ട്. അവർ പ്രേതങ്ങളെ നേരിൽ കണ്ട് ഭയപ്പെട്ടതായിരുന്നു. കുഴഞ്ഞു വീണ 2 പേരെ ഉടൻ പൊക്കിയെടുത്ത് അവർ പോലീസ് ജീപ്പിൽ കയറ്റി ആശുപത്രിയിലേക്ക് പറഞ്ഞുവിടാൻ ശ്രമിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന സ്വബോധമുള്ള പെൺകുട്ടിയോട് ഡിമോണ്ടയുടെ നെക്ലസ് കിട്ടിയിരുന്നോ എന്ന തരത്തിൽ ചോദിച്ചു. പക്ഷെ ആ പെൺകുട്ടി ഭയന്നൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. വൈകാതെ പോലീസ് ജീപ്പ് ആശുപത്രിയിലേക്ക് പോയി. കൂട്ടത്തിൽ രഘുവിന്റെ കൊച്ചച്ഛനും പോലീസ് ജീപ്പിനൊപ്പം പോയിരുന്നു. പുറകെ രഘുവും സന്യാസിയും ഡെബിയും ഒരു കാറിൽ പോയെങ്കിലും അവർ പോയ കാർ അപകടത്തിൽപ്പെട്ടു. അതും ഒരു കാരണവുമില്ലാതെ അപകടത്തിൽപ്പെടുന്നു. രഘുവിന് ഭയം തോന്നിയിരുന്നു. കാറ് മുന്നോട്ടെടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഡെബിയുടൻ ഡ്രൈവറെ വിളിച്ച് മറ്റൊരു വണ്ടിയുമായി വരാൻ പറഞ്ഞു. ഏത് ആശുപത്രിയിലേക്കാണ് പെൺകുട്ടികളെ കൊണ്ടുപോയതെന്ന് അവർക്കറിയില്ല. രഘു കൊച്ചച്ഛനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൊച്ചച്ഛന്റെ കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അതോടെ ഡെബി പറഞ്ഞു, എന്റെ റെസ്റ്റോറന്റ് അടുത്താ ഉള്ളത്, നമുക്കവിടെ പോയി വെയിറ്റ് ചെയ്യാം. രഘു, നിങ്ങൾ കൊച്ചച്ഛനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കൂ. അങ്ങനെ അവർ ഡെബിയുടെ പുതിയ ചൈനീസ് റെസ്റ്റോറന്റിലേക്ക് വന്നെത്തുകയാണ്. മറുവശത്ത് കൊച്ചച്ഛൻ ആശുപത്രിയിലെത്തിയപ്പോൾ സ്വബോധമുള്ള പെൺകുട്ടിയോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചറിയാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കില്ല എന്നായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത്. പിന്നാലെ അവൾ കാര്യങ്ങൾ പറഞ്ഞു. അത്രയും സെക്യൂരിറ്റിയുടെ കണ്ണൊന്നും വെട്ടിച്ച് ഞങ്ങൾക്ക് ആ ഡിമോണ്ടി കോളനിയുടെ അകത്തെത്താൻ സാധിക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റൽ റൂമിലായിരുന്നു. ഒരു ഞൊടിയുടെ കൊണ്ടാണ് ഞങ്ങൾ ആ ഡിമോണ്ടി ഹൗസിനുള്ളിൽ എത്തിപ്പെട്ടത്. ലൈബ്രറിയിൽ നിന്ന് തങ്ങളൊരു ബുക്ക് എടുത്തെന്നും അതിലെ മന്ത്രങ്ങൾ വായിച്ചപ്പോഴാണ് പെട്ടെന്നതൊക്കെ സംഭവിച്ചതെന്നും ആ പെൺകുട്ടി അവരോട് പറഞ്ഞു. ബുക്ക് ഏതാണ് എന്ന് ചോദിച്ചപ്പോ ദ ആൻഷ്യൻ കിങ് ഓഫ് ദ ഫോളൻ കിങ്ഡം എന്നായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത്. അത് കേട്ടതും കൊച്ചച്ഛനൊന്ന് ഞെട്ടുന്നുണ്ട്. മുമ്പ് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അതേ ബുക്ക് തന്നെ. മറുവശത്ത് ഡെബിയും രഘുവും ഡാവോഷിയും റെസ്റ്റോറന്റിനകത്തെത്തിയിരുന്നു. ഡാവോഷി ശ്രീനിക്കടുത്തുള്ള തന്റെ ആളുകളെ വിളിച്ചു. അവിടുത്തെ പ്രധാന പുരോഹിതനോട് പൂജ ആരംഭിച്ചു കൊള്ളാനും ശ്രീനിയുടെ ജീവൻ അപകടത്തിലാണെന്നും ആവശ്യം വന്നാൽ അവർ മാന്ത്രിക വിദ്യകൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ആയുധം ഉപയോഗിക്കാനും മടിക്കണ്ടെന്ന് ഡാവോഷി പറയുന്നുണ്ട്. ആ പെൺകുട്ടികൾ എന്തോ ചെയ്തിട്ടുണ്ട് എന്നും ഡാവോഷി വ്യക്തമാക്കിയിരുന്നു. അപ്പോഴാണ് ഡെബിയുടെ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാൻ 2 കസ്റ്റമേഴ്സ് വന്നത്. അവരോട് അകത്തേക്ക് കയറാൻ പറഞ്ഞിട്ടും വാതിൽ തുറന്നവർ അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. തങ്ങൾ അകത്തുള്ളത് അവർക്ക് കാണാനും പറ്റുന്നില്ല എന്ന് ഡെബി മനസ്സിലാക്കി. ഡെബി ഭക്ഷണവും എടുത്ത് വാതിൽ തുറക്കാൻ പോയതും ഷോക്കടിച്ച പോലെ ഡെബി തെറിച്ചു വീണു. രഘുവും അത് ശ്രമിച്ചപ്പോ രഘു ദൂരേക്ക് തെറിച്ചു വീഴുകയാണ്. എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നവരൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവരുടെ ഫോണുകളിലാണെങ്കിൽ ഒറ്റ സിഗ്നൽ പോലുമില്ല. അവർ നോക്കിയിരിക്കെ അവിടുത്തെ TV ഓണായി. ടിവിയിൽ അവർ 3 പേരെ തന്നെ കാണിക്കാൻ ആരംഭിച്ചിരുന്നു. ഡിമോണ്ടെ കോളനി ആദ്യ ഭാഗത്തിൽ സംഭവിക്കുന്ന പോലെ. മറുവശത്ത് സ്വബോധമുള്ള പെൺകുട്ടിയിൽ നിന്ന് വിവരമറിഞ്ഞ കൊച്ചച്ഛൻ അവളെയും കൂട്ടിക്കൊണ്ട് ഹോസ്റ്റൽ മുറിയിലെത്തി. പക്ഷെ അവിടെ അവൾ പറഞ്ഞ ആ ബുക്ക് കാണുന്നേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ആ ബുക്ക് കൊടുത്തിരുന്നത് ലൈബ്രറിയിലെ പഴയ ലൈബ്രറിയനായിരുന്നു. അന്ന് രാത്രിയിൽ ആ പെൺകുട്ടികൾ ഡിമോണ്ടെ കോളനിയിലേക്ക് എത്തിപ്പെട്ട സമയത്ത് ആ പഴയ ലൈബ്രറിയൻ അവരുടെ മുറിയിലേക്ക് എത്തിയിരുന്നു എന്നവർ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. അയാൾ ഒരു സീനിയർ സ്റ്റാഫാണെന്നും അയാളെ കുറ്റപ്പെടുത്തരുതെന്നും അവിടെയുള്ള ഒരു സ്ത്രീ പറഞ്ഞതും നിയന്ത്രണം വിട്ട് ആ പെൺകുട്ടി ഒച്ചയുണ്ടാക്കുകയാണ്. അയാളാണ് തങ്ങൾക്ക് ആ ബുക്ക് തന്നതെന്നും അതിൽ നിന്നാണ് ഡിമോണ്ടയുടെ ചെയിനെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞതെന്നും അതിലെ മന്ത്രങ്ങൾ ചൊല്ലിയാൽ ഡിമോണ്ടയുടെ ചെയിൻ കിട്ടും എന്നതിൽ എഴുതിയിരുന്നെന്നും ഡിമോണ്ടയുടെ ചെയിൻ കിട്ടിയാൽ മന്ത്രശക്തി കിട്ടുമെന്നും ഉണ്ടായിരുന്നെന്നും അതുകൊണ്ടാണ് തങ്ങൾ ആ മന്ത്രം ചൊല്ലി അത് ശ്രമിച്ചു നോക്കിയത് എന്നും ആ പെൺകുട്ടി പാനിക്കായി പറഞ്ഞു. ആ ചെയിൻ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് കൊച്ചച്ഛൻ അവളോട് ചോദിക്കുമ്പോ ആ പെൺകുട്ടി വല്ലാതെ ഭയന്ന് കൊച്ചച്ഛനെ നോക്കുന്നുണ്ട്. മറുവശത്ത് ടിവിയിൽ നടക്കുന്നത് കണ്ട് ഭയപ്പെട്ടിരുന്ന രഘു TV ഓഫ് ചെയ്യാൻ നോക്കിയെങ്കിലും ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. ഡാവോഷി എന്താണ് കാണുന്നതെന്ന് നോക്കാം, വെയിറ്റ് ചെയ്യൂ എന്ന് രഘുവിനോട് പറഞ്ഞു. പിന്നാലെ ടിവിയിൽ നടക്കുന്ന ദൃശ്യങ്ങൾ അവർ നോക്കിക്കാണാൻ തുടങ്ങി. ആ റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണം വാങ്ങുവാൻ ഒരു അച്ഛനും മകനും വന്നു. അകത്തുനിന്ന് ഭക്ഷണം വാങ്ങുവാൻ കുട്ടി അകത്തേക്ക് കയറി വന്നു. ഡെബി ആ കുട്ടിക്ക് ഭക്ഷണവും കൊടുത്തു. കുട്ടി ഭക്ഷണവുമായി പോവാൻ ശ്രമിക്കുമ്പോഴേക്കും കയ്യിൽ നിന്ന് ആ പൊതി താഴെ വീണു. അതെടുത്തു കൊടുക്കാൻ രഘു ചെല്ലുന്നുണ്ട്. കൗണ്ടറിൽ നിൽക്കുകയായിരുന്നു
നിൽക്കുകയായിരുന്ന ഡെബിയപ്പോൾ CCTV ദൃശ്യങ്ങൾ യാദൃച്ഛികമായി കണ്ടു. CCTV ക്യാമറയിൽ രഘു പതിയുന്നേ ഉണ്ടായിരുന്നില്ല. അത് കണ്ടതും അവൾ വല്ലാതെ ഭയപ്പെട്ടു. മറുവശത്ത് അതേ റെസ്റ്റോറന്റിലെ മറ്റേതോ മുറിയിൽ മങ്ങിയ രഘുവിന്റെ രൂപം ഭിത്തിയിലെന്തോ എഴുതുന്നുണ്ടായിരുന്നു. നിങ്ങളിത് തടയാൻ പാടില്ലായിരുന്നു എന്ന് രഘുവിന്റെ രൂപം പറയുന്നു. മുഖമുയർത്തിയ രഘുവിന്റെ കണ്ണുകൾ ഡിമോണ്ടയുടെ പൈശാചിക ശക്തിയാൽ ബാധിക്കപ്പെട്ട് വെള്ളനിറമായി മാറിയിരുന്നു. പെട്ടെന്ന് അവിടെ വെള്ളപ്പുക നിറഞ്ഞു. ചുറ്റിലുമുള്ളതൊന്നും ഡെബിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഡെബി പിന്നാലെ ഏതോ ഒരു മുറിയിലേക്കും കയറപ്പെട്ടു. കാണാൻ പറ്റുമ്പോഴേക്കും ഡെബിയും ആ ചെറിയ കുട്ടിയും ഡാവോഷിയും 3 കണ്ണാടി മുറികളിൽ പെട്ടിരിക്കുകയാണ്. അവർക്ക് പരസ്പരം കാണാമെന്നല്ലാതെ പറയുന്നത് കേൾക്കാനോ രക്ഷപ്പെട്ടു പോവാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ ഡിമോണ്ടയുടെ ആത്മാവ് കയറിയ രഘു അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഭിത്തികൾക്കുള്ളിലൂടെ നടന്ന് കുട്ടിയെയും സന്യാസിയെയും വെള്ള കണ്ണുള്ള രഘുവിന്റെ രൂപം കൊലപ്പെടുത്തി. പിന്നാലെ ഡെബിയെ കൊല്ലുവാൻ ഡെബിയുടെ അടുത്തേക്ക് വന്നു. ഡെബി ഭയം അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ടിവിയിൽ അത്ര നേരം അവർ കണ്ടിരുന്ന ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി ഗ്രേംസ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ കാഴ്ചകൾ ടിവിയിൽ കണ്ട് 3 പേരും വല്ലാതെ ഭയന്നിരുന്നു. അപ്പോഴാണ് മറുവശത്ത് കൊച്ചച്ഛൻ ചോദിച്ച ചോദ്യത്തിന് സ്വബോധമുണ്ടായിരുന്ന പെൺകുട്ടി മറുപടി പറയുന്നത്. ഡിമോണ്ടെ ഹൗസിലെത്തി അവർക്ക് ആ ലോക്കറ്റ് നെക്ലസ് കിട്ടിയിരുന്നു. അവിടെ നിന്ന് പുറത്തു വന്നപ്പോ പിടിക്കപ്പെടാതിരിക്കുവാൻ ഭയന്നിരുന്ന അവൾ അത് രഘുവിന്റെ ഓവർകോട്ടിനുള്ളിൽ ഇട്ടിരുന്നു. ഇതേ സമയം റെസ്റ്റോറന്റിൽ രഘുവിന്റെ ഓവർകോട്ടിനകത്തു നിന്നും ഡിമോണ്ടയുടെ ചെയിൻ ഡാവോഷി കണ്ടെടുത്തു. അപകടം എങ്ങനെ അവിടെ തേടിയെത്തിയിരിക്കുന്നു എന്ന് ഡാവോഷി അതോടെ പൂർണ്ണമായി മനസ്സിലാക്കി. അതുകൂടിയായപ്പോ രഘു ആകെ പാനിക്കായി പോയിരുന്നു. ഭയം കൊണ്ട് രഘു വിറച്ചു. ഡാവോഷിക്കെതിരെ രഘു ഒച്ചയുണ്ടാക്കാൻ ആരംഭിച്ചു. ഡാവോഷിയെ വിശ്വസിച്ചാണ് താൻ വന്നതെന്നും ഒക്കെ തീരാൻ പോവുകയാണ് എന്നും അവൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഡെബി രഘുവിനെതിരെ തിരിഞ്ഞ് സംസാരിച്ചു. നീ എന്തിനാ ചെയിൻ എടുത്തിട്ട് വന്നത് എന്ന് ദേഷ്യത്തോട് ചോദിച്ചു. പക്ഷേ ഡാവോഷി അവരെ തടഞ്ഞു. രഘുവല്ല ചെയിൻ എടുത്തതെന്നും ഇത് നമ്മളിലേക്ക് വന്നു ചേർന്നതാണെന്നും ഇതാണ് വിധിയെന്നും ഡാവോഷി പറഞ്ഞു. പിന്നാലെ ഡാവോഷി നമ്മൾ കണ്ട വീഡിയോ ദൃശ്യങ്ങളിൽ രഘു ഏതോ ഭിത്തിയിലെന്തോ എഴുതുന്നുണ്ടായിരുന്നില്ലേ? ആ ഭിത്തി എവിടെയാണ്? ഡാവോഷി ഡെബിയോട് ചോദിച്ചു. ഡെബി ഡാവോഷിയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരാ മുറിയിലേക്കെത്തി ആ ഭിത്തിയിൽ രൂപപ്പെട്ടിരുന്ന വരകൾ നോക്കിക്കണ്ടു. പൈശാചികതയുടെയും ആരാധനയുടെയും ചിഹ്നങ്ങളായിരുന്നു അവിടെ രൂപപ്പെട്ടിരുന്നത്. അത് കണ്ട് ഡാവോഷി പറഞ്ഞു, 16-17 നൂറ്റാണ്ടിൽ പിശാചിനെ ആരാധിച്ചിരുന്ന ഒരു സംഘമുണ്ടായിരുന്നു. ആളുകളെ ബലി കൊടുക്കുമ്പോ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചിഹ്നങ്ങളാണിത്. ആ പൈശാചിക ശക്തിയെ തടയാൻ നോക്കിയത് അതിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തങ്ങളോട് പ്രതികാരം ചെയ്യാൻ അതുടൻ ഇങ്ങോട്ടേക്ക് എത്തും. ഡാവോഷി പറഞ്ഞതും രഘു ഭയന്നിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു സംഘം പൈശാചിക ശക്തികൾ വന്നെത്തുന്നുണ്ടായിരുന്നു. ഡാവോഷി ഉടനടി ഡെബിയെയും രഘുവിനെയും ഒരിടത്തേക്ക് മാറ്റി. പിന്നാലെ അടച്ചിരുന്ന് ഡിമോണ്ടയുടെ നെക്ലസ് എടുത്ത് അത് വെച്ച് ചില പൂജാകർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. പിന്നാലെ ആ നെക്ലസ് വല്ലാതെ ചൂടാവുന്നുണ്ടായിരുന്നു. രഘുവിനും പൊള്ളുന്ന പോലെ അനുഭവപ്പെട്ടു. മറുവശത്ത് ശ്രീനിക്കും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടായിരുന്നു. അവിടെയും സന്യാസിമാർ പൂജകൾ തുടർന്നു. മറുവശത്ത് ഡെബിയും രഘുവും എവിടാണെന്ന് അറിയുവാൻ രഘുവിന്റെ കൊച്ചച്ഛൻ സാമിന്റെ അച്ഛനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും പൈശാചിക ശക്തി സാമിന്റെ അച്ഛനെ ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. ഡാവോഷി മന്ത്രം ഘടിപ്പിച്ചു. പക്ഷേ മന്ത്രം ചൊല്ലിയിട്ടും തൊട്ടു മുന്നിൽ ഡിമോണ്ടയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഡിമോണ്ടെ ഡാവോഷിയെ ആക്രമിച്ച് കൊലപ്പെടുത്തി ഡാവോഷിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. പിന്നാലെ ഡാവോഷിയുടെ ശരീരത്തിൽ കയറിയ ആത്മാവ് ഡെബിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഡാവോഷിയുടെ കണ്ണുകൾ വെള്ളനിറമായി മാറിയിരുന്നു. മറ്റു വഴികളില്ലാതെ ഡെബിയെ രക്ഷപ്പെടുത്തുവാൻ രഘു തന്നെ ഡാവോഷിയെ കുത്തി കൊലപ്പെടുത്തുകയാണ്. അതോടെ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ രഘു തന്നെയും കൊല്ലുമോ എന്ന ഭയം ഡെബിക്ക് തോന്നാൻ തുടങ്ങി. പക്ഷേ അപ്പോഴാണ് ഒരു സംശയം അവർക്ക് വന്നത്. ടിവിയിൽ കണ്ട ദൃശ്യങ്ങളിൽ അവർക്കൊപ്പം ഒരു കുട്ടിയുമുണ്ടായിരുന്നു. ആ കുട്ടി ആരായിരിക്കും? നേരത്തെ ഫുഡ് വാങ്ങാൻ വന്ന ആളുടെ ഒപ്പം കുട്ടി വല്ലതും വന്നിരുന്നോ എന്നവർ ചിന്തിച്ചു. അവർ CCTV വീണ്ടും പരിശോധിച്ചു. പക്ഷെ അപ്പോൾ തങ്ങൾ ടിവിയിൽ കണ്ട ദൃശ്യങ്ങളിലുള്ള കുട്ടിയല്ല ഫുഡ് വാങ്ങാൻ വന്ന ആളുടെ ഒപ്പമുണ്ടായിരുന്ന കുട്ടി എന്നവർ മനസ്സിലാക്കുകയാണ്. അങ്ങനാണെങ്കിൽ ടിവിയിൽ കണ്ട ദൃശ്യങ്ങളിൽ പൈശാചിക ശക്തി കൊലപ്പെടുത്തുന്ന ആ കുട്ടി ഏതാണ്? അപ്പോഴേക്കും ഡെബിയെയും രഘുവിനെയും അന്വേഷിച്ച് കൊച്ചച്ഛനും സ്വബോധമുള്ള പെൺകുട്ടിയും റെസ്റ്റോറന്റിന്റെ പുറത്തേക്കെത്തിയിരുന്നു. അവരെ കണ്ട അകത്തുനിന്നും ഡെബിയും രഘുവും ഒച്ചയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും പുറത്തുണ്ടായിരുന്ന അവർക്ക് ഒരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ ആ ഗ്ലാസുകൾ തല്ലിപ്പൊളിക്കാൻ വേണ്ടി രഘുവും ഡെബിയും കൂടി ശ്രമിക്കാൻ തുടങ്ങി. ആദ്യത്തെ ലെയറിലുള്ള ഗ്ലാസുകൾ തകർത്തെങ്കിലും അവർ അത് തകർക്കുന്നതും അതിനു മുമ്പിൽ അതുപോലെ മറ്റൊന്ന് രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു. പുറത്തുള്ളവരാണെങ്കിൽ ഇതൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല. തങ്ങൾ അവിടെ കുടുങ്ങിയെന്നും അവിടെ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ലെന്നും ഞെട്ടലോടെ അവർ തിരിച്ചറിയുകയാണ്. അപ്പോഴേക്കും റെസ്റ്റോറന്റിനകത്തേക്ക് വലിയൊരു കൂട്ടം വവ്വാലുകൾ പറന്നിറങ്ങി എത്താൻ തുടങ്ങി. അതിൽ നിന്ന് രക്ഷ നേടാൻ അവർ ആ റെസ്റ്റോറന്റിന്റെ നടുഭാഗത്തേക്കെത്തി. അങ്ങോട്ടേക്ക് മാത്രം ആ വവ്വാലുകൾ അടുക്കുന്നുണ്ടായിരുന്നില്ല. ഉടനടി ഡെബി ഒരു കാര്യം ഓർത്തെടുത്തു. ആ ഭാഗത്താണ് പണ്ട് ഡാവോഷിയും സന്യാസി വര്യന്മാരും കൊടുത്ത
ശക്തിയുറ്റ ദൈവശില അവർ കുഴിച്ചിട്ടിരിക്കുന്നത്. ചുറ്റിലും വവ്വാലുകൾ നിറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വഴിയിലൂടെയും തിരിച്ചു പോവാൻ സാധിക്കില്ല. അവിടെ നിന്ന് തന്നെ രക്ഷപ്പെടാനുള്ള വഴി രഘു ആലോചിക്കുകയാണ്. മുകൾ റൂഫ് ഭാഗത്തെ ഒരു വസ്തു ഇളക്കി മാറ്റിയാൽ അതുവഴി കയറി പുറത്തെത്താം എന്ന് രഘു പറഞ്ഞു. അങ്ങോട്ടേക്ക് കയറുവാൻ വേണ്ടി അവർ കസേരകൾ കൂട്ടിക്കെട്ടി. രഘു മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കെ താഴെ പിടിച്ചുകൊണ്ടിരുന്ന ഡെബി പെട്ടെന്ന് വവ്വാൽ കൂട്ടത്തിനിടയിൽ സാമിന്റെ രൂപത്തെ കാണുകയാണ്. സാം ഏറെ സ്നേഹത്തോടെ ഡെബിയെ വിളിക്കുന്നു. നീ എന്താ റിപ്പോർട്ട് നോക്കാതിരുന്നത്? നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞു വളരുന്നുണ്ട്. സാമിന്റെ ആത്മാവ് അത് പറഞ്ഞതും ഡെബി അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നുണ്ട്. ആ ഞെട്ടലിൽ കസേര പിടിച്ചുകൊണ്ടിരുന്ന ഡെബി കസേരയിൽ നിന്ന് കൈയെടുത്തു. രഘു താഴെ വീണു. അപ്പോഴാണ് ഡെബി ഒരു കാര്യം ഓർക്കുന്നത്. അവിടെ വന്നിരുന്ന ആ കുട്ടി അത് സാമിന്റെ കുട്ടിക്കാലമായിരുന്നു. സാമിന്റെ ആത്മാവ് തന്നെ വിടരുതെന്നും രക്ഷിക്കെന്നും ഡെബിയോട് പറയാൻ തുടങ്ങി. അതിൽ വീണുപോയ ഡെബി സാമിനെതിരെ നടന്നു നീങ്ങുകയാണ്. രഘു ഓടിവന്ന് സാമിനെ പിടിച്ചുമാറ്റി. സാമിന്റെ രൂപത്തിൽ വന്നതും സാമിനെ പ്രലോഭിപ്പിച്ചതും ഒക്കെ തന്നെയും ഡിമോണ്ടയുടെ ആത്മാവായിരുന്നു. മറുവശത്ത് ശ്രീനിയുടെ കട്ടിൽ ഉയർത്തപ്പെടുകയും അവിടെ എന്തൊക്കെയോ സംഭവിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സന്യാസിവര്യന്മാർ പൂജ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആലോചിച്ച് രഘു ഒരു കാര്യം പറഞ്ഞു. ഡിമോണ്ടയുടെ നെക്ലസ് ചെയിൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആ ലോക്കറ്റ് എങ്ങനെയെങ്കിലും ദൈവശക്തിയുള്ള ഇങ്ങോട്ടേക്ക് എത്തിച്ച് ഇവിടെ വെച്ച് നശിപ്പിക്കാൻ സാധിച്ചാൽ അതോടെയൊക്കെ അവസാനിച്ചുകൊള്ളും. എങ്ങനെയെങ്കിലും ഞാൻ ആ ലോക്കറ്റ് ഇവിടെ എത്തിക്കാം. അത് തകർത്ത് അത് നശിപ്പിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടു പൊക്കോളൂ. പക്ഷെ അത് അപകടമാണ്. നിനക്ക് വല്ലതും പറ്റിയാൽ ശ്രീനിയും മരിക്കും, നിങ്ങൾ രണ്ടാളും മരിക്കും എന്ന തരത്തിൽ ഡെബി പറഞ്ഞെങ്കിലും താനൊരു മോശം മനുഷ്യനല്ല, തനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് രഘു വവ്വാൽ കൂട്ടത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. പക്ഷേ വവ്വാൽ കൂട്ടം രഘുവിനെ ആക്രമിക്കുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്തെന്നാൽ ശ്രീനിക്കൊന്നും പറ്റാതിരിക്കാൻ സന്യാസികൾ പൂജ ചെയ്യുകയാണല്ലോ. ശ്രീനി സംരക്ഷിക്കപ്പെടുന്നതുകൊണ്ട് അതിന്റെ സംരക്ഷണം രഘുവിനും വന്നു ചേരുമായിരുന്നു. പൈശാചിക രൂപങ്ങൾ രഘുവിനെ തടയാൻ എത്തിയെങ്കിലും രഘു മുമ്പോട്ട് നടന്ന് ഡിമോണ്ടയുടെ ലോക്കറ്റിന്റെ അടുത്തെത്തി. നെക്ലസ് എടുക്കാൻ അവൻ തുനിഞ്ഞതും അവന്റെ തൊട്ടുമുമ്പിൽ ഡിമോണ്ടെ തന്നെ പ്രത്യക്ഷപ്പെട്ടു. രഘു ആക്രമിക്കപ്പെട്ടു. തെറിച്ചു വീണ രഘു തന്റെ അടുത്തുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഡെബിയുടെ അടുത്തേക്ക് തട്ടിയിടുകയാണ്. സേഫ് സോണായ ദൈവിക ശക്തി നിലനിൽക്കുന്ന ആ പ്രദേശത്ത് പൈശാചിക ശക്തി ഇല്ലാത്തതിനാൽ ഫോണിൽ റേഞ്ച് വന്നിരുന്നു. അതിലേക്ക് വന്ന കൊച്ചച്ഛന്റെ കോളുടൻ ഡെബി അറ്റൻഡ് ചെയ്തു. നടക്കുന്ന കാര്യങ്ങളും തങ്ങൾ പെട്ടിരിക്കുന്ന കാര്യവും ഡെബി ഭയത്തോടെ കൊച്ചച്ഛനോട് പറഞ്ഞു. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗത്ത് കയറി ദൈവിക ഭാഗത്തെ ഗ്ലാസ് ഇളക്കി അവളെ രക്ഷപ്പെടുത്താൻ കൊച്ചച്ഛൻ ശ്രമിക്കുകയാണ്. മറുവശത്ത് അപ്പോഴേക്കും ഡിമോണ്ടയും പരിവാരങ്ങളും ചേർന്ന് രഘുവിന്റെ ദേഹത്തേക്ക് പൈശാചികത കയറ്റിയിരുന്നു. ശ്രീനിയുടെ ദേഹത്തും പൈശാചിക ശക്തി കടന്നുകൂടപ്പെട്ടു. പിന്നാലെ ബലി നൽകുന്ന കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുവാൻ തുടങ്ങി. ഡാവോഷിയുടെ മൃതശരീരവും അവിടെ കിടത്തിയിരുന്നു. ഡാവോഷിയുടെ ശരീരം ഒറ്റയടിക്ക് കത്തിക്കരിഞ്ഞുപോയി. പക്ഷേ രഘുവിന്റെ ശരീരത്തിന് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മറുവശത്ത് ശ്രീനി ജീവനോടെ ഉണ്ടല്ലോ. മറ്റ് സന്യാസിമാരൊക്കെയും ശ്രീനിയുടെ അടുത്തുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. അവിടുണ്ടായിരുന്ന ഒരു കുട്ടി സന്യാസി മാന്ത്രികതയുള്ള ആ ആയുധം പൈശാചികത നിറഞ്ഞ ശ്രീനിയുടെ നേർക്കുവെച്ചു. ശ്രീനിക്ക് പെട്ടെന്നെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഡിമോണ്ടെ അടക്കം മുട്ടുകുത്തി ബലിയർപ്പിക്കാൻ തയ്യാറായി നിന്നിടത്തേക്ക് കണ്ണുകളില്ലാത്ത അവരുടെ നേതാവ് കടന്നുവരുന്നത്. കൊച്ചച്ഛൻ രക്ഷപ്പെടുത്തുകയായിരുന്ന ഡെബി അയാളെ നോക്കിക്കാണുന്നുണ്ട്. എല്ലാത്തിന്റെയും തലവൻ, പൈശാചിക ശക്തികളെ നിയന്ത്രിക്കുന്നതിന്റെ നേതാവ് അയാളായിരുന്നു. മാന്ത്രിക ആയുധം ഉപയോഗിച്ച് ശ്രീനിയുടെ അടുത്തെത്തിയ പൈശാചിക ശക്തി തടയപ്പെട്ടതും രഘുവിനടുത്തുള്ള പൈശാചിക ശക്തികളും അപ്രത്യക്ഷമായി. പിന്നാലെ പോലീസ് സംഘമടക്കം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പരിക്കേറ്റ് കിടന്ന രഘുവിനെ അവർ പരമാവധി രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും രഘു കോമയിലായി. ശ്രീനിയാകട്ടെ കോമയിൽ നിന്നുണരുകയും ചെയ്തു. ശ്രീനി രഘുവിനെ കാണാൻ ആശുപത്രിയിലെത്തി. നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്ന ശ്രീനി രഘു മരിക്കില്ലെന്നും 2027 ജൂൺ 6 ഇതിനൊക്കെ ഒരു അവസാനം താൻ ഉണ്ടാക്കുമെന്നും ഡിമോണ്ടയുടെ ആത്മാവിനെ വകവരുത്തും എന്നും അവൻ പറഞ്ഞു. ആ സമയമാണ് ഡെബി ആ കാര്യം പറയുന്നത്. ഡിമോണ്ടിയല്ല ഇവരുടെയൊക്കെ തലവൻ. ആത്മാക്കളുടെ ലോകത്ത് പോയപ്പോ രാജാവിനെ പോലെ ഞാൻ ഒരാളെ കണ്ടിരുന്നു. രഘു ആക്രമിക്കപ്പെട്ടപ്പോഴും അയാളെ ഞാൻ നേരിട്ട് കണ്ടു. കണ്ണുകൾ ചൂടിനെടുക്കപ്പെട്ട് നാക്കറക്കപ്പെട്ട ഒരാൾ. അയാൾക്ക് മുമ്പിലാണ് മുട്ടുകുത്തി ഇവരൊക്കെ ആരാധന അർപ്പിക്കുന്നത്. ഉടൻ സ്വബോധമുണ്ടായിരുന്ന ആ പെൺകുട്ടി പറഞ്ഞു ആ ബുക്കും അയാളെ പറ്റിയായിരുന്നു. ആ ബുക്കിലും അയാളെ പറ്റി എഴുതിയിട്ടുണ്ട്. ആ രാജാവിനെ പറ്റി. ആ ബുക്ക് എവിടെയുണ്ട് എന്നായി ശ്രീനിയുടെ ചോദ്യം. കൊച്ചച്ഛൻ പറഞ്ഞു ആ ബുക്ക് അന്വേഷിച്ച് ഞങ്ങൾ പോയിരുന്നു. ആ ബുക്ക് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവുക അതേ ലൈബ്രറിയനായിരിക്കും. ആ ലൈബ്രറിയൻ അന്വേഷിച്ച് ഓരോരുത്തർക്കും ബുക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അത് തിരിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു. കൊച്ചച്ഛൻ തുടർന്നു പറഞ്ഞു ലൈബ്രറിയനെ പറ്റി അന്വേഷിച്ച് അവൻ താമസിച്ച് എടുത്തു ചെന്നു. അപ്പോഴായിരുന്നു അയാൾ എന്തൊരു മനുഷ്യനായിരുന്നു എന്നത് വ്യക്തമായത്. പൈശാചിക ആരാധന ചെയ്ത് ഡിമോണ്ടോയെ തൃപ്തിപ്പെടുത്താൻ സ്വന്തം രക്തവും മാംസവും സമർപ്പിച്ച് പൂജ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ. പലയധികം വർഷങ്ങളായി ഡിമോണ്ടയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന, ഡിമോണ്ടയെ പ്രീതിപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബമായിരുന്നു അവന്റേത്. ഈ സമയം ബീഹാറിൽ എവിടെയോ ഞൊണ്ടുകാലിൽ തന്റെ ബാഗിൽ നിന്നും കുറേയധികം ഫോട്ടോകൾ പറന്നുപോയിക്കൊണ്ടിരുന്നത് അറിയാതെ
ഒരാൾ മുമ്പോട്ട് നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. കൊച്ചച്ഛൻ തുടർന്നു പറഞ്ഞു, വർഷങ്ങളായി ആ ബുക്ക് കയ്യിൽ വെച്ചിരുന്നതും അതേ കുടുംബമാണ്. അവരായിരുന്നു ആരൊക്കെ മരണപ്പെടണം, ബുക്ക് വായിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത്. ശ്രീനി ചോദിച്ചു, ഇവരൊക്കെ ആരാണ്? ഈ ഡിമോണ്ടേക്കും ആ കുടുംബത്തിനും എന്താണ് ബന്ധം? എന്തിനു വേണ്ടിയാണ് അവർ ഈ ബലിയൊക്കെ സമർപ്പിക്കുന്നത്, പൈശാചിക പൂജകൾ ചെയ്യുന്നത്? ഇതെല്ലാം കണ്ടെത്തണം. ആരെങ്കിലും ഇനി ആ ബുക്ക് വായിക്കുന്നതിന് മുമ്പേ അത് പൂർണ്ണമായി തടയണം. എല്ലാത്തിലും ഉപരിയായി ആ ലൈബ്രറിയൻ എവിടാണുള്ളതെന്ന് കണ്ടെത്തണം. മറുവശത്ത് ബീഹാറിൽ ഇതേ ലൈബ്രറിയൻ ബാഗിൽ നിന്ന് പറന്നുപോയ ചിത്രങ്ങൾ കണ്ട് അതെടുത്തുകൊണ്ടുവന്ന ഒരാളെ പിടികൂടി തലകീഴായി പൈശാചിക ശക്തിക്കുള്ള സമർപ്പണമെന്നോണം കെട്ടിത്തൂക്കി തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. മൂന്നാം ഭാഗത്തിനുള്ള തുടക്കം കുറിച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. ഡിമോണ്ടെ കോളനി 2 എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.